ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട് മുണ്ടക്കയിലേത്. 2 ദേശങ്ങൾ അപ്പാടെ മണ്ണിനടിയിലാകുന്ന കാഴ്ച. മരണസംഖ്യ ഓരോ മണിക്കൂറിലും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. നിരവധി പേരെ കാണാതായിരിക്കുന്നു. പുത്തുമലയ്ക്കും കവളപ്പാറയ്ക്കും പെട്ടിമുടിക്കും പിന്നാലെ തീരാ നോവായി മാറിയിരിക്കുകയാണ് മുണ്ടക്കയും ചൂരൽമലയും. മുണ്ടക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട ജലപ്രവാഹം മുന്നിലുള്ള സകലതിനെയും വിഴുങ്ങി. ഇരുവഞ്ഞിപ്പുഴ പല വഴിയിൽ കുത്തിയൊലിച്ചു. മണ്ണും മരങ്ങളും പാറക്കൂട്ടങ്ങളും ചൂരൽമല അങ്ങാടിയെ മൂടി. അനുനിമിഷം ഉയരുന്ന മരണസംഖ്യ കേട്ട് കേരളം ഞെട്ടി. കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും മൃതദേഹം കണ്ടെടുത്തു. ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ. എത്ര വീടുകൾ തകർന്നുവെന്നോ എത്ര ജീവനുകൾ മണ്ണിനടിയിലുണ്ടെന്നോ നിശ്ചയമില്ലാതെ ദുരന്തഭൂമി. രണ്ടായിരത്തി പ്രളയത്തോടെയാണ് കേരളത്തിൽ ദുരന്തങ്ങൾ പതിവായത്. 2019 ഓഗസ്റ്റ് 8 വയനാട് മേപ്പാടിക്കടുത്തുള്ള പുത്തുമലയിൽ ഉരുൾപൊട്ടി. 22 പേർക്ക് ജീവൻ നഷ്ടമായി. ഇതിൽ 5 പേരുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. നേരത്തെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായതിനാൽ അപകടം മുന്നിൽ കണ്ട് ഒട്ടേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി പിന്നെയും കൂടാതിരുന്നത്. പുത്തുമല വിറങ്ങലിച്ചു നിന്ന അതേ രാത്രിയിലാണ് മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിനടുത്തുള്ള കവളപ്പാറ കോളനിക്ക് മുകളിലേക്ക് മുത്തപ്പൻ മല ഇടിഞ്ഞിറങ്ങിയത്. 45 കുടുംബങ്ങൾ മണ്ണിനടിയിലായി. ദുരന്തം പുറം ലോകമറിയാൻ ഏറെ സമയമെടുത്തു. കരകവിഞ്ഞ ചാലിയാർ രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളിയായി. ഒടുവിൽ 48 മൃതശരീരങ്ങൾ വീണ്ടെടുത്തു. 11 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് 6 ദുരന്തം പെയ്തിറങ്ങിയത് മൂന്നാറിനടുത്ത് പെട്ടിമുടിയിൽ. തേയിലത്തോട്ടത്തിലെ 4 തൊഴിലാളി ലയങ്ങൾ ഉരുൾപൊട്ടലിൽ അപ്രത്യക്ഷമായി. അതിനൊപ്പം നഷ്ടമായത് 70 ജീവനുകൾ. ഓരോ ദുരന്തം കഴിയുമ്പോഴും കേരളം പ്രാർത്ഥിച്ചു, ഇനിയൊന്ന് ആവർത്തിക്കരുതേ എന്ന്. പക്ഷേ മഴക്കാലം ഒരിക്കൽ കൂടി ദുരന്തകാലമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24.